അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5 ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 22 ശനിയാഴ്ച. ആശാ വർക്കർമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സഹകരിച്ചുള്ള പ്രവർത്തനം വേണമെന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയ തലത്തിൽ ആശാ വർക്കർമാരുമായും ഉദ്യോഗസ്ഥരുമായും നടത്തിയ ചർച്ചയിലാണ് നിർദ്ദേശം. ആശാപ്രവർത്തകരുടെ ജോലി സാഹചര്യവും ജീവിത നിലവാരവും മെച്ചപ്പെടുത്താൻ വ്യക്തമായ നയവും നടപടികളും സ്വീകരിക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധി KV തോമസിന്റെ യാത്രാബത്ത 5 ലക്ഷത്തിൽ നിന്ന് 11.31 ലക്ഷമാക്കി ഉയർത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാവപ്പെട്ട ആശാ വർക്കർമാരുടെ 7,000 രൂപയുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം തള്ളിക്കളഞ്ഞത് ക്രൂരമായി പോയെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ MP. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന ആശാ വർക്കർമാരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച സുധാകരൻ സമരത്തിന് കോൺഗ്രസിന്റെ പിന്തുണയും പ്രഖ്യാപിച്ചു. സമരം ചെയ്യുന്ന ആശാ വർക്കർമാരുള്ള നിഷേധാത്മക സമീപനം കേരള സർക്കാർ അവസാനിപ്പിക്കണമെന്ന് മുൻ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ V മുരളീധരൻ. പാവപ്പെട്ട സ്ത്രീകൾ തെരുവിൽ സമരം ചെയ്യുമ്പോൾ PSC അംഗങ്ങൾക്കും KV തോമസിനുമെല്ലാം ലക്ഷങ്ങൾ കൂട്ടിക്കൊടുക്കുന്നതിലൂടെ ആശാ വർക്കർമാരെ അപമാനിക്കുകയാണ് LDF സർക്കാരെന്നും അദ്ദേഹം പറഞ്ഞു. ആഗോള നിക്ഷേപങ്ങളുടെ പൂർണ്ണമായ സാധ്യതകൾ പ്രയോജനപ്പെടുത്താനുള്ള കേരളത്തിന്റെ ശ്രമങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. കൊച്ചിയിൽ തുടങ്ങിയ ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ സംഗമത്തിൽ കേരളത്തെ പ്രകീർത്തിച്ച മന്ത്രി ആകർഷകമായ നിക്ഷേപ കേന്ദ്രമെന്നാണ് കേരളത്തെ പ്രകീർത്തിച്ചത്. പിണറായി സർക്കാർ മുന്നോട്ടുവച്ച തിരുവനന്തപുരം കാസർഗോഡ് അതിവേഗ റെയിൽ പദ്ധതിയായി സിൽവർ ലൈൻ അടഞ്ഞ അധ്യായമല്ലെന്നും ഈ പദ്ധതി കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ പരിഗണനയിലാണെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. അതേസമയം പദ്ധതിയുമായി ജനങ്ങൾ ഉയർത്തിയിരിക്കുന്ന പ്രശ്നങ്ങൾ സംസ്ഥാന സർക്കാർ പരിഹരിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തെ നിക്ഷേപ സൌഹൃദമാക്കാൻ പൂർണ്ണ പിന്തുണ നൽകുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പുതിയ സംസ്കാരം CPM പ്രതിപക്ഷത്ത് വരുമ്പോഴും തുടരണമെന്നും അദ്ദേഹം പറഞ്ഞു. സുതാര്യമല്ലാതെ സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ പ്രതിപക്ഷം ചോദ്യം ചെയ്യുമെന്നും എന്നാൽ നല്ല കാര്യങ്ങൾക്ക് പിന്തുണ നൽകുമെന്നും സതീശൻ പറഞ്ഞു. കേരളത്തിൽ അവസാനം നടന്ന ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് അന്നത്തെ പ്രതിപക്ഷം ബഹിഷ്കരിച്ചിരുന്നു. PSC അംഗങ്ങളുടെ ശമ്പള വർധനയെ ന്യായീകരിച്ച് ധനമന്ത്രി KN ബാലഗോപാൽ. ഭരണഘടനാ സ്ഥാപനമായ PSCയിൽ നിയമപരമായി ശമ്പളം കൊടുക്കേണ്ടതാണെന്നും പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ജഡ്ജിന് തുല്യമായ ശമ്പളമാണ് ചെയർമാന് കൊടുക്കേണ്ടതെന്നും ധനമന്ത്രി വ്യക്തമാക്കി. വിവിധ സംസ്ഥാനങ്ങളുടെ സാഹചര്യമടക്കം പരിശോധിച്ചാണ് തീരുമാനം. കുറച്ചു നാളായി ധനകാര്യ വകുപ്പിൽ ഈ ഫയലുണ്ടെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് നാട്ടാനകളെ കൊണ്ടുവരുന്നത് തടഞ്ഞ കേരള ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്ത് സുപ്രീംകോടതി. നാട്ടാനകളെ കൊണ്ടുവരാനുള്ള അനുമതി നൽകരുതെന്ന് സംസ്ഥാന ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ഹൈക്കോടതി നൽകിയ നിർദ്ദേശത്തിനാണ് സ്റ്റേ. കേസിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും ചീഫ് വൈൽഡ് ലൈഫ് വാർഡനും മൃഗസ്നേഹികളുടെ സംഘടനയ്ക്കും കോടതി നോട്ടീസ് അയച്ചു. CPM നേതാവ് PP ദിവ്യയ്ക്കെതിരെ അഴിമതി ആരോപണമുന്നയിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട KSU രംഗത്ത്. കാർട്ടൺ ഇന്ത്യ അലയൻസ് കമ്പനിയുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് നൽകിയ കരാറുകൾ ചൂണ്ടിക്കാട്ടി വിജിലൻസ് ഡയറക്ടർക്ക് KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസ് പരാതി നൽകി. ദിവ്യ അഴിമതി നടത്തി ബിനാമി പേരിൽ ഭൂമി വാങ്ങിക്കൂട്ടിയെന്നും ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ നടത്തിയ എല്ലാ ഇടപാടുകളും അന്വേഷിക്കണമെന്നും ഷമ്മാസ് ആവശ്യപ്പെട്ടു. കണ്ണൂർ അഴീക്കോട് ക്ഷേത്രോത്സവത്തിനിടെ അമിട്ട് ആൾക്കൂട്ടത്തിനിടയിൽ വീണുപൊട്ടി 5 പേർക്ക് പരിക്കേറ്റ സംഭവത്തിൽ 10 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. 5 ക്ഷേത്രം ഭാരവാഹികൾക്കും കണ്ടാലറിയാവുന്ന മറ്റ് 5 പേർക്കെതിരെയുമാണ് കേസെടുത്തിരിക്കുന്നത്.
ടെലിവിഷൻ ചർച്ചയ്ക്കിടെ നടത്തിയ വിദ്വേഷ പരാമർശത്തിൽ ബിജെപി നേതാവ് പി സി ജോർജിന് മുൻകൂർ ജാമ്യം ഇല്ല. ഈരാറ്റുപേട്ട പോലീസ് എടുത്ത കേസിൽ പി സി ജോർജിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചു. നേരത്തെ കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. ടെലിവിഷൻ ചർച്ചയ്ക്കിടെ വിദ്വേഷജനകമായ പരാമർശം നടത്തിയത് അബദ്ധത്തിൽ പറ്റിപ്പോയ പിഴവെന്നായിരുന്നു പി സി ജോർജിന്റെ വാദം. പരാമർശത്തിൽ കോടതി കടുത്ത അതൃപ്തിയും രേഖപ്പെടുത്തിയിരുന്നു. ബസ് റൂട്ട് പെർമിറ്റ് മാറ്റാൻ കൈക്കൂലി ആവശ്യപ്പെട്ട സംഭവത്തിൽ എറണാകുളം ആർടിഒ ജേഴ്സനെ സസ്പെൻഡ് ചെയ്തു. ആർടിഒക്കെതിരെ അനധികൃത സ്വത്ത് സമ്പാദനത്തിലും അന്വേഷണം വേണമെന്ന് വിജിലൻസ് നിർദ്ദേശിച്ചു. ബസ് പെർമിറ്റ് അനുവദിക്കാൻ ഏജന്റുമാരെ വെച്ച് ആർടിഒ പണം പിരിച്ചെന്ന റിമാൻഡ് റിപ്പോർട്ട് ഇന്നലെ പുറത്തുവന്നിരുന്നു. കെഎസ്ആർടിസി ഡിപ്പോകളിലും വർക്ക്ഷോപ്പുകളിലും കെട്ടിക്കിടക്കുന്ന റെക്സിൻ പ്ലാസ്റ്റിക് ഇ വേസ്റ്റ് മാലിന്യങ്ങൾ നീക്കം ചെയ്തു തുടങ്ങി. ക്ലീൻ കേരള ക്യാമ്പയിന്റെ ഭാഗമായാണ് മാലിന്യ നീക്കം. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനിന്റെ ഭാഗമായി മാലിന്യമുക്ത കെഎസ്ആർടിസി എന്ന ലക്ഷ്യത്തിലേക്ക് മികച്ച പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുകയാണെന്ന് അധികൃതർ പറഞ്ഞു. കെഎസ്ആർടിസിയിൽ കെട്ടിക്കിടന്നിരുന്ന മാലിന്യങ്ങൾ കേരള സർക്കാർ ഉടമസ്ഥതയിലുള്ള ക്ലീൻ കേരള കമ്പനിയാണ് ഏറ്റെടുക്കുന്നത്. സിപിഎം കോട്ടയം ജില്ലാ സെക്രട്ടറി എ വി റസൽ അന്തരിച്ചു. അർബുദബാധിതനായി ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. 13 വർഷം ചങ്ങനാശ്ശേരി ഏരിയ സെക്രട്ടറിയായിരുന്നു. സിഐടിയു ജില്ലാ സെക്രട്ടറിയായും നേതൃരംഗത്തുണ്ടായിരുന്നു. റസലിന്റെ വിയോഗം കോട്ടയത്തെ പാർട്ടിക്കും ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾക്കും കനത്ത നഷ്ടമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനം രേഖപ്പെടുത്തി. ഇടുക്കി പന്നിയാർകുട്ടിയിൽ ജീപ്പ് കൊക്കയിലേക്ക് മറിഞ്ഞ് 2 മരണം. പന്നിയാർകുട്ടി ഇടിയോടിയിൽ ബോസ്, ഭാര്യ റീന എന്നിവരാണ് മരിച്ചത്. നിയന്ത്രണം നഷ്ടപ്പെട്ട വാഹനം കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. മരിച്ച റീന കായിക താരം കെ എം ബീനമോളുടെ സഹോദരിയാണ്. ഇവരോടൊപ്പം ജീപ്പിലുണ്ടായിരുന്ന പന്നിയാർകുട്ടി തട്ടപ്പിള്ളിയിൽ അബ്രഹാമിന് ഗുരുതരമായി പരിക്കേറ്റു. കൊച്ചി കാക്കനാട് സെൻട്രൽ എക്സൈസ് ക്വാർട്ടേഴ്സിൽ കേന്ദ്ര GST വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥനും കുടുംബവും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം സംസ്ഥാനത്തിന് പുറത്തേക്കും. മനീഷിന്റെ സഹോദരി ശാലിനി വിജയ്ക്കെതിരായ CBI കേസ് കുടുംബത്തെ മനോവിഷമത്തിലാക്കിയിരുന്നുവെന്ന് നിഗമനമുണ്ട്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹങ്ങൾ ബന്ധുക്കൾ എത്തിയ ശേഷം പോസ്റ്റ്മോർട്ടം ചെയ്യും. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള വാങ്ങി കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്രത്തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. ദില്ലി റെയിൽവേ സ്റ്റേഷൻ ദുരന്തത്തിന്റെ ദൃശ്യങ്ങൾ നീക്കം ചെയ്യാൻ റെയിൽവേ മന്ത്രാലയം സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ എക്സിന് നിർദ്ദേശം നൽകി. ദുരന്തം വ്യക്തമാക്കുന്ന 285 ലിങ്കുകൾ നീക്കം ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 36 മണിക്കൂറിനുള്ളിൽ നീക്കം ചെയ്യണമെന്നാണ് ആവശ്യം. തിക്കും തിരക്കും ദുരന്തമായി മാറിയതിൽ റെയിൽവേയുടെ അനാസ്ഥ ചർച്ച ചെയ്യപ്പെടുന്ന ഉള്ളടക്കത്തിലാണ് മന്ത്രാലയം അസ്വസ്ഥത പ്രകടിപ്പിച്ചിരിക്കുന്നത്. ബംഗളൂരുവിലെ ട്രാഫിക് പ്രശ്നങ്ങളും അടിസ്ഥാന സൌകര്യ പ്രശ്നങ്ങളും പെട്ടെന്ന് പരിഹരിക്കാൻ ദൈവത്തിന് പോലും കഴിയില്ലെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. റോഡ് നിർമ്മാണത്തെക്കുറിച്ചുള്ള ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതേസമയം ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പദ്ധതികൾ സർക്കാർ വൈകിപ്പിക്കുകയാണെന്ന് വിമർശനവും ഉയരുന്നുണ്ട്. ബജറ്റ് സമ്മേളനത്തിനിടെയുണ്ടായ ബഹളത്തെ തുടർന്ന് രാജസ്ഥാനിലെ 6 കോൺഗ്രസ് MLA-മാരെ സ്പീക്കർ സസ്പെൻഡ് ചെയ്തു. സസ്പെൻഡ് ചെയ്യപ്പെട്ട MLA-മാർ സഭയുടെ നടുത്തളത്തിൽ തന്നെ താമസിക്കാൻ തീരുമാനിച്ചതായി അറിയിച്ചു. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ നിങ്ങളുടെ മുത്തശ്ശി എന്ന BJP മന്ത്രിയുടെ പരാമർശമാണ് ബഹളത്തിന് വഴിതെളിച്ചത്. വിദേശ നാണ്യ വിനിമയ ചട്ടലംഘനത്തിന് വിദേശ മാധ്യമ സ്ഥാപനമായ BBC-ക്ക് 3.44 കോടി രൂപ പിഴയിട്ടു ED. 3 ഡയറക്ടർമാർ 1.14 കോടി രൂപ പിഴയും അടയ്ക്കണം. 2023-ലെടുത്ത കേസിലാണ് നടപടി. 2012 മുതൽ നടന്ന ഇടപാടുമായി ബന്ധപ്പെട്ടാണ് നടപടികൾ. നേരത്തെ ആദായ നികുതി വകുപ്പും BBC-യുടെ ഓഫീസുകളിൽ പരിശോധന നടത്തിയിരുന്നു. ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട BBC പുറത്തിറക്കിയ ഡോക്യുമെന്ററിക്ക് പിന്നാലെയായിരുന്നു കേസടക്കം നടപടികൾ കേന്ദ്രം തുടങ്ങിയത്. ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ നീക്കിവച്ച $21 മില്യൺ ഫണ്ട് റദ്ദാക്കിയ വിഷയത്തിൽ വീണ്ടും വിവാദ പരാമർശവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അത് കൈക്കൂലിയാണെന്നാണ് ട്രംപ് ആരോപിക്കുന്നത്. താൻ മുമ്പ് പലതവണ പറഞ്ഞതുപോലെ വ്യക്തികൾക്കുള്ള കൈക്കൂലിയാണതെന്ന് റിപ്പബ്ലിക്കൻ ഗവർണേഴ്സ് അസോസിയേഷൻ യോഗത്തിൽ ട്രംപ് ആരോപിച്ചു.
ഇന്ത്യ ആശങ്ക അറിയിച്ചതിനു ശേഷം അനധികൃത കുടിയേറ്റക്കാരായ സ്ത്രീകളെയും കുട്ടികളെയും അമേരിക്ക ഇന്ത്യയിലേക്ക് അയച്ചത് വിലങ്ങണിയിക്കാതെയാണെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാളാണ് പ്രതിവാര വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം അറിയിച്ചത്. വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഹമാസ് കഴിഞ്ഞ ദിവസം കൈമാറിയ 4 ബന്ദികളുടെ മൃതദേഹങ്ങളിൽ ഷിരി ബിബാസിന്റേതില്ലെന്ന് ഇസ്രായേൽ അധികൃതർ. കൈമാറിയ മൃതദേഹങ്ങളുടെ ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷമാണ് ഇസ്രായേലിന്റെ ആരോപണം. ഹമാസ് നടത്തിയത് വെടിനിർത്തൽ കരാർ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ ക്രൂരതയ്ക്ക് കനത്ത വില നൽകേണ്ടി വരുമെന്നും വ്യക്തമാക്കി. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ ഇടപെടാൻ അമേരിക്ക ഫണ്ട് നൽകി എന്ന റിപ്പോർട്ടുകൾ ആശങ്കാജനകമെന്ന് വിദേശകാര്യ മന്ത്രാലയം. വിഷയം രാജ്യത്തെ ബന്ധപ്പെട്ട ഏജൻസികൾ പരിശോധിക്കുന്നതായും മന്ത്രാലയം വെളിപ്പെടുത്തി. US ഫണ്ട് ആരോപണത്തിൽ അന്വേഷണം തുടങ്ങി എന്ന സൂചനയും വിദേശകാര്യ വക്താവ് നൽകി. അതേസമയം ഇന്ത്യയ്ക്കെന്ന പേരിൽ മാറ്റിവച്ച ഫണ്ട് ബംഗ്ലാദേശിനാണ് യഥാർത്ഥത്തിൽ നൽകിയതെന്ന മാധ്യമ റിപ്പോർട്ടുകൾ BJP തള്ളി. ബൈഡൻ ഭരണകൂടം ഇന്ത്യയിൽ ആരെയോ തെരഞ്ഞെടുക്കാൻ ശ്രമിച്ചു എന്ന ട്രംപിന്റെ ആരോപണം കോൺഗ്രസിനെതിരെ BJP ആയുധമാക്കുകയാണ്. ഇസ്രായേലിലെ ടെൽ അവീവിൽ 3 ബസ്സുകളിൽ ഉഗ്രസ്ഫോടനം, മറ്റ് 2 ബസ്സുകളിലെ ബോംബ് നിർവീര്യമാക്കി. സ്ഫോടനം നിർത്തിയിട്ടിരുന്ന ബസ്സുകളിലായതിനാൽ ആളപായമില്ല. നടന്നത് ഭീകരാക്രമണമെന്നാണ് സംശയിക്കുന്നത് എന്ന് ഇസ്രായേൽ പോലീസ് അറിയിച്ചു. കേരളം ചരിത്രത്തിലാദ്യമായി രഞ്ജി ട്രോഫി ഫൈനലിൽ പ്രവേശിച്ചു. ത്രസിപ്പിക്കുന്ന സെമി പോരാട്ടത്തിൽ ഗുജറാത്തിനെതിരെ നേടിയ 1ാം ഇന്നിംഗ്സ് ലീഡിന്റെ അകമ്പടിയിലാണ് കേരളം ചരിത്രത്തിലാദ്യമായി രഞ്ജി ട്രോഫിയുടെ ഫൈനലിലേക്ക് പ്രവേശനം നേടിയത്. മറ്റൊരു സെമിയിൽ മുംബൈയെ പരാജയപ്പെടുത്തിയ വിദർഭയാകും കലാശപ്പോരിൽ കേരളത്തിന്റെ എതിരാളികൾ. ചാമ്പ്യൻസ് ട്രോഫിയിൽ അഫ്ഗാനിസ്ഥാനെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് 107 റൺസിന്റെ വിജയം. ടോസ് നേടി ആദ്യം ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ദക്ഷിണാഫ്രിക്ക 103 റൺസ് നേടിയ റിയാൻ റിക്കിൾട്ടണിന്റെയും തെംബ ബബൂമ, വാന്റർ ഡസൻ, എയ്ഡൻ മാർക്രം എന്നിവരുടെ അർദ്ധ സെഞ്ചുറിയുടെ പിൻബലത്തിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 316 റൺസ് എടുത്തു. എന്നാൽ കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടർന്ന അഫ്ഗാനിസ്ഥാന് 43.3 ഓവറിൽ 208 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.